നിയമസഭാ സമ്മേളനം തുടരുകയാണ്. ഇന്നലെ വളരെ പ്രക്ഷുബ്ധമായ രംഗങ്ങളായിരുന്നു നിയമസഭയിൽ ഉണ്ടായിരുന്നത്. മിക്കവാറും സഭയിൽ എപ്പോഴും വളരെ ശാന്തമായി ഇരിക്കാറുള്ള പ്രതിപക്ഷ നേതാവ് ഇന്നലെ വളരെ രോഷാകുലനാകുന്നതും കയ്യിലിരുന്ന പേപ്പർ താഴേക്ക് എറിയുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ഇന്ന് പ്രതിപക്ഷം തിരിച്ച് സർക്കാരിനെ ആക്രമിക്കാനുള്ള ഒരു കാരണം കൃത്യമായി കൊണ്ടുവരാൻ പോവുകയാണ്. അത് ബ്രൂവറി വിഷയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സഭയ്ക്ക് പുറത്ത് വലിയ വിവാദമാവുന്ന ബ്രൂവറി വിഷയം ഇന്ന് സഭയിലേക്ക് കൊണ്ടുവന്ന് എക്സൈസ് മന്ത്രിയെ പ്രതിരോധത്തിലാക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. എക്സൈസ് മന്ത്രി എം ബി രാജേഷിനെതിരെ ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ഒരു അഴിമതി ആരോപണം തന്നെ ഉന്നയിക്കും. സഭാ ചട്ടപ്രകാരം സ്പീക്കർക്ക് ആരോപണം എഴുതി നൽകിയ ശേഷം സഭയിൽ ഉന്നയിക്കാനാണ് തീരുമാനം. ഇതോടൊപ്പം ഇന്നലെ വലിയ വാർത്തയായിരുന്നു PPE കിറ്റ് വാങ്ങിയതിലെ ക്രമക്കേട് സംബന്ധിച്ച CAG റിപ്പോർട്ട്. ഈ റിപ്പോർട്ടും പ്രതിപക്ഷം ഇന്ന് സഭയിൽ കൊണ്ടുവരും. VV വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഇന്നലെ തന്നെ പ്രതിപക്ഷം കൂത്താട്ടുകുളം ആക്രമണം വെച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചിരുന്നു. ഇന്ന് പക്ഷെ ഒരു അഴിമതി ആരോപണത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. MB രാജേഷ് ബ്രൂവറി വിഷയത്തിൽ അഴിമതി കാണിച്ചു എന്ന് തന്നെ സഭയിൽ ഉന്നയിക്കാനാണ് പോകുന്നത് പ്രതിപക്ഷം. ഇന്ന് സഭയിൽ എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, ഗുഡ് മോർണിംഗ്. ഇതുവരെ ഈ ഔദ്യോഗിക സ്വഭാവത്തിലേക്ക് ഈ ആരോപണം മാറിയിരുന്നില്ല. സഭയ്ക്ക് പുറത്താണ് പ്രധാനമായും ബ്രൂവറി ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസമടക്കം യൂത്ത് കോൺഗ്രസിന്റെ സമരമുണ്ടായിരുന്നു. നിയമസഭയിലേക്ക് സമരം നടത്തുകയും MB രാജേഷിന്റെ കോലം കത്തിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നു മുതൽ ആ രീതി മാറുകയാണ്. സഭയ്ക്കുള്ളിൽ ഔദ്യോഗികമായി തന്നെ ഈ ഒരു ആരോപണം കൊണ്ടുവരാനും ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനുമാണ് പ്രതിപക്ഷ തീരുമാനം. ഇത് ഇന്ന് സ്പീക്കർക്ക് ഈ ആരോപണം എഴുതി നൽകും. സഭയിൽ ഉന്നയിക്കുന്നതിന് മുൻപ് തന്നെ ഇത് സ്പീക്കർക്ക് എഴുതി നൽകി അതിന്റെ അടിസ്ഥാനത്തിലാകും ഈ ആരോപണം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം സഭയിൽ കണ്ട ദൃശ്യങ്ങൾ ശ്രീജ പറഞ്ഞതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ തുടർച്ചയായി ട്രഷറി ബെഞ്ചിൽ നിന്ന് ബഹളമുണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം കയ്യിലിരുന്ന കടലാസ് രോഷത്തോടെ മേശപ്പുറത്തേക്ക് വലിച്ചെറിയുന്നതും ആക്രോശത്തോടെ സ്പീക്കറോട് സംസാരിക്കുന്നതും നമ്മൾ കണ്ടതാണ്. സ്പീക്കറാകട്ടെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, പിന്നെ എന്ത് ചെയ്യാനാണ് എന്ന നിസ്സഹായ അവസ്ഥയിലായിരുന്നു സ്പീക്കർ. ഇന്ന് ഈ ആരോപണം വരുമ്പോൾ ഒരു പഴയകാല ചരിത്രം കൂടി ഉയർന്നു വരുമെന്നത് ഉറപ്പാണ്. കാരണം പ്ലാച്ചിമടയിൽ കൊക്കക്കോള സമരം, ആ സമരരംഗത്ത് VS അച്യുതാനന്ദൻ ഉൾപ്പെടെ CPM ഉൾപ്പെടെ എടുത്ത നിലപാടുകളുണ്ട്. അവിടെ ജലവിധാനം കുറയും, ജനങ്ങൾ പ്രതിസന്ധിയിലാകും. സമാനമായ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അവിടെ ഈ ജലചൂഷണം ഉണ്ടാകുമെന്നും അപകടകരമായ നിലയിൽ അവിടെ ജലവിധാനം കുറയുമെന്നുമുള്ള ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. മാത്രമല്ല, പാലക്കാട് തിരഞ്ഞെടുപ്പിൽ LDFന്റെ ഒരു പാർട്ണറായി ഈ മദ്യക്കമ്പനി OASIS എന്ന കമ്പനി പ്രവർത്തിച്ചുവെന്ന ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഉന്നയിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് ഫണ്ട് ഇവരിൽ നിന്ന് വാങ്ങി അതിന്റെ പ്രത്യുപകാരമായാണ് മദ്യനയത്തിൽ പോലും മാറ്റം വരുത്തി, അത് ആരും അറിയാതെ ഒരു മാറ്റം വരുത്തി ഈ കാര്യവുമായി ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതിൽ പങ്കുപറ്റിയിട്ടുണ്ട് CPM. അതിന്റെ ഒരു പ്രതിഫലം എന്ന നിലയ്ക്ക് ഈ കമ്പനിക്ക് അനുമതി നൽകുന്നു. പഞ്ചാബിലടക്കം ഗുരുതര പ്രതിസന്ധിയിലായ ഡൽഹിയിലെ മദ്യ അഴിമതി കേസിൽ ഉൾപ്പെട്ട് കരിമ്പട്ടികയിൽ പോയ കമ്പനിയാണ്. അങ്ങനെ ഒരു കമ്പനിയെ എങ്ങനെയാണ് കേരളത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നതെന്ന ചോദ്യമാണ് പിണറായി വിജയനെയും ഈ മദ്യ കമ്പനിയെയും തമ്മിൽ മുട്ടിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ഇടനില നിൽക്കുന്ന ആളായി MB രാജേഷ് മാറിയിരിക്കുന്നു എന്ന ആരോപണം കൂടി പ്രതിപക്ഷം പറയുന്നുണ്ട്. സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് നടക്കുന്നുണ്ട്. ആ പണിമുടക്ക് അടിയന്തര പ്രമേയമായി കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ മറ്റൊരു ആലോചന. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ PPE കിറ്റ് വാങ്ങിയതിലെ അഴിമതി CAG റിപ്പോർട്ട് വന്നിരുന്നു. അതിൽ ഏതാണ്ട് 10 കോടി രൂപ നഷ്ടമുണ്ടായി എന്ന കാര്യം പറഞ്ഞിരുന്നു. അതിൽ ഈ 550 രൂപയ്ക്ക് നൽകാമെന്ന് പറഞ്ഞിരുന്ന കമ്പനിയെ ഒഴിവാക്കി ഏതാണ്ട് 15,000-ഓളം യൂണിറ്റ് കൂടിയ വിലയ്ക്ക് 800 രൂപ മുതൽ 1,500 രൂപ വരെ അധികമായി നൽകി, അല്ലെങ്കിൽ ആ നിരക്കിൽ വാങ്ങി 10 കോടി രൂപ നഷ്ടമുണ്ടാക്കി എന്ന ഒരു കണ്ടെത്തൽ കൂടിയുണ്ട്. മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയുടെ പ്രതികരണം ഇതിൽ വന്നിരുന്നു. അവർ പറയുന്നത് ആ അടിയന്തര ഘട്ടത്തിൽ അങ്ങനെ വാങ്ങേണ്ടി വന്നു എന്നാണ്. എന്നാൽ 25,000 യൂണിറ്റ് വാങ്ങാമെന്ന് ഉറപ്പ് നൽകിയ കമ്പനിയിൽ നിന്ന് 550 രൂപയ്ക്ക് അവർ നൽകാമെന്ന് പറഞ്ഞിരുന്നു. അത് വാങ്ങിയില്ല എന്ന കാര്യമുണ്ട്. ഇതും ഇന്ന് ഒരുപക്ഷെ സഭയെ പ്രക്ഷുബ്ധമാക്കും. ഇതോടൊപ്പം വിനോദ്, ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇന്ന് ഭരണാനുകൂല സംഘടനകൾ അടക്കം സർക്കാരിനെതിരെ ഒരു സമരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അത് സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചാണ്. സ്വാഭാവികമായും ഈ വിഷയം സഭയിലേക്ക് എത്താൻ സാധ്യതയില്ലേ? തീർച്ചയായും അടിയന്തര പ്രമേയമായി, അതായത് റൂൾ 15 ഇന്ന്
ഉപക്ഷേപമായി വരുന്നത് ഇതേ വിഷയം തന്നെയാണ്. സർക്കാരിനെ സംബന്ധിച്ച് ക്ഷീണമുണ്ടാക്കുന്ന ഒരു പണിമുടക്ക് കൂടിയാണ് ഇന്നത്തേത്. കാരണം CPIയുടെ പോഷക സംഘടനയായ ജോയിന്റ് കൌൺസിൽ ഇന്നത്തെ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിൽ മാത്രം ഏതാണ്ട് 1000-ഓളം ജീവനക്കാർ ഈ പണിമുടക്കിന്റെ ഭാഗമാകുമെന്നാണ് കരുതുന്നത്. ഈ സർവീസ് സംഘടനകൾ ഉന്നയിക്കുന്ന കാര്യം ക്ഷാമബദ്ധയിലെ കുടിശ്ശിക മാത്രമല്ല, ശമ്പള പരിഷ്കരണം, മെഡിസെപ്പിന്റെ ബാധ്യത സർക്കാർ ഏറ്റെടുക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക. ഒരു വർഷം മുൻപ് ധനമന്ത്രി ഉറപ്പു നൽകിയ കാര്യമാണ്. അത് പാലിക്കുന്നില്ല എന്ന ആരോപണം ഈ സംഘടനകൾ ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസ് സ്വാഭാവികമായും ഇതും ഇന്ന് നിയമസഭയിൽ വിഷയമായി വരും, ഉപക്ഷേപമായിട്ടായിരിക്കും ഉന്നയിക്കുക. പക്ഷേ ഇതൊരു വലിയ ആയുധമാണ് പ്രതിപക്ഷത്തിന് വീണ് കിട്ടുന്നത്. CPIയുടെ ജോയിന്റ് കൌൺസിൽ അടക്കം പങ്കെടുക്കുന്ന ഒരു സമരം എന്ന നിലയ്ക്ക് തന്നെ അത് വലിയ ആയുധമായി സർക്കാരിനെതിരെ വരുമെന്ന് ഉറപ്പാണ്. ഇന്ന് സർക്കാർ ജീവനക്കാരും അധ്യാപകരുമാണ് പണിമുടക്കുന്നത്. സെറ്റോയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ സർവീസ് സംഘടനകളും ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ CPIയുടെ സർവീസ് സംഘടനകളും സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പണിമുടക്ക് നേരിടാൻ സർക്കാർ നേരത്തെ തന്നെ ഡയസ് നോൺ പ്രഖ്യാപിച്ചു. CPM അനുകൂല സംഘടനകൾ പങ്കെടുക്കാത്തതുകൊണ്ട് പണിമുടക്ക് സാരമായി ബാധിക്കാൻ സാധ്യതയില്ല. വിവരങ്ങളുമായി VV അരുൺ ചേരും. ഇന്ന് നിയമസഭയിൽ എന്തായാലും ഇത് ഉപക്ഷേപമായി എത്തുന്നുണ്ട്. പതിവില്ലാത്തതാണ്. ഒരുപക്ഷെ ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതാദ്യമായാണ് CPIയുടെ ഭാഗത്തു നിന്ന് സർക്കാരിനെതിരെ ഒരു പ്രത്യക്ഷമായി ഇങ്ങനെ ഒരു പ്രതിഷേധം. അത് സർവീസ് സംഘടനകളുടെ പ്രതിഷേധമാണ്. വിനോദ് തന്നെ വിശദാംശങ്ങൾ നൽകും. വിനോദ്, ഞാൻ അരുൺ ഉണ്ടെന്ന് കരുതി. വിനോദ്, ഈ സമരം ഇപ്പോൾ കഴിഞ്ഞ ദിവസം CPM സർവീസ് സംഘടനയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ ഒരു വിമർശനം CPI ജോയിന്റ് കൌൺസിലിനെതിരെ വന്നിരുന്നു. അത് നിങ്ങൾക്ക് അത്രയ്ക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ നിങ്ങളുടെ മേലാളന്മാരോട് സർക്കാരിൽ നിന്ന് ഇറങ്ങാൻ പറയൂ എന്ന് പറയുന്ന രീതിയിൽ ഒരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ പ്രത്യക്ഷ ആരോപണങ്ങളിലേക്കൊക്കെ പോവുകയാണ്. ഇത് സർക്കാരിനെ എത്രത്തോളം CPIയുടെ ജോയിന്റ് കൌൺസിൽ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് പോകുന്നത് പ്രതിരോധത്തിലാക്കുന്നുണ്ട്? തീർച്ചയായും ഇത് കൂട്ടുത്തരവാദിത്വത്തിന്റെ ഒരു പ്രശ്നമായി പോലും പറയാം. കാരണം CPI മന്ത്രിമാർ മന്ത്രിസഭയിൽ തുടരുന്ന സമയത്താണ് പ്രധാനപ്പെട്ട സർക്കാരിന്റെ തന്നെ മുഖം ആയ ജീവനക്കാരുടെ സംഘടന അത് സമരരംഗത്തേക്ക് വരുന്നത്. CPM അനുകൂല സംഘടന പുറത്തു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സമരത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ജോയിന്റ് കൌൺസിൽ ഈ സമരത്തിലേക്ക് വരുന്നു. അവർ ഉന്നയിക്കുന്നത് ഈ പങ്കാളിത്ത പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ UDF അനുകൂല സംഘടനകൾ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവരും ഉന്നയിക്കുന്നത്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാമെന്ന് നേരത്തെ ധനമന്ത്രി ഒരു വർഷം മുൻപ് ഉറപ്പ് നൽകിയതാണ്. അത് പാലിക്കുന്നില്ല. ക്ഷാമബദ്ധയുടെ കാര്യത്തിൽ വർധനയുണ്ടാകുന്നില്ല. അതോടൊപ്പം തന്നെ കുടിശ്ശിക, നേരത്തെയുള്ള DA കുടിശ്ശിക ഉൾപ്പെടെ നൽകുന്നില്ല. മെഡിസെപ്പിന്റെ പേരിൽ നടക്കുന്നത് കൊള്ളയാണ്. അതിന്റെ ബാധ്യത സർക്കാർ ഏറ്റെടുക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഉള്ള ഒരു സമരം കൂടിയാക്കി ഇത് മാറ്റുന്നുണ്ട്. സംസ്ഥാനത്തോട് വിവേചനം കാണിക്കുന്നുവെന്ന് പറയുമ്പോഴും സംസ്ഥാനത്തിനെതിരെയുള്ള ഒരു സമരമായാണ് ഇത് മാറുന്നത്. അവിടെയാണ് ഡൈസ്നോൺ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ ഒരു നടപടി. അത് ഔദ്യോഗികമായുള്ള നടപടിയാണ്. ഒരു ദിവസത്തെ ശമ്പളം കട്ട് ചെയ്യുക എന്നതാണ്. താൽക്കാലിക ജീവനക്കാർ സമരത്തിൽ പങ്കെടുത്താൽ ഒരുപക്ഷെ പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കാര്യങ്ങളെത്തും. അനധികൃത അവധിയാണെങ്കിൽ അതിന്റെ നടപടികളുണ്ടാകും. ആ തരത്തിലുള്ള മുന്നറിയിപ്പ് സർക്കാർ നൽകി കഴിഞ്ഞിരുന്നു. അതിനപ്പുറത്തേക്കാണ് രാഷ്ട്രീയമായി ഈ കാര്യങ്ങൾ മാറുന്നത്. പ്രത്യേകിച്ച് റവന്യൂ, കൃഷി, മൃഗസംരക്ഷണ വകുപ്പുകൾ അടക്കം, കൃഷി വകുപ്പ് അടക്കമുള്ള അത് കൈകാര്യം ചെയ്യുന്ന CPI ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ജോയിന്റ് കൌൺസിലിന് വളരെയധികം ശക്തിയുണ്ട്. ഈ ജീവനക്കാർ മാറി നിന്ന് സമരം ചെയ്താൽ താലൂക്ക് ഓഫീസുകളുടെയും വില്ലേജ് ഓഫീസുകളുടെയും കളക്ടറേറ്റുകളുടെയും അടക്കം പ്രവർത്തനങ്ങൾ അവതാളത്തിലാകുന്ന നിലയുണ്ടാകും. സെക്രട്ടേറിയറ്റിൽ മാത്രം 1000-ഓളം ജീവനക്കാർ സമരത്തിന്റെ ഭാഗമായി പങ്കെടുക്കുമെന്നാണ് സംഘടനകൾ പറയുന്നത്. അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമാകും. അതുകൊണ്ട് തന്നെയാണ് CPM അനുകൂല സംഘടന ഈ CPI അനുകൂല സംഘടനയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. സർക്കാരിന്റെ വാക്ക് വിശ്വസിക്കുന്നു എന്നാണ് ഈ സമരത്തെ എതിർക്കുന്നവർ പറയുന്നത്. സർക്കാർ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചു, ഇനിയും അത് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അടക്കം ക്ഷേമ ബത്തയുടെ കാര്യത്തിൽ, DA കുടിശ്ശികയുടെ കാര്യത്തിലും ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യത്തിലും ആ തരത്തിലുള്ള ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കാതെ എന്തിന് സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സർവീസ് സംഘടന ഇങ്ങനെ സമരരംഗത്തേക്ക് പോകണമെന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ശ്രീജ, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു അസാധാരണ സമരത്തിലേക്കാണ് ഇപ്പോൾ കേരളം പോകുന്നത്. അത് CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൌൺസിൽ കൂടി പങ്കെടുക്കുന്ന ഒരു സർക്കാർ വിരുദ്ധ സമരമാണ്.